ആക്രമണം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വകുപ്പെന്ന് പറഞ്ഞാൽ ഫിനാൻസ് എപ്പോഴും പ്ലാൻ കൊടുക്കുന്നില്ല, അത് കൊടുക്കുന്നില്ല, ഇത് കൊടുക്കുന്നില്ല. ഓരോ വർഷം അവർ പറയും ഇപ്പം വീഴും, ഇപ്പം അടച്ചു പൂട്ടും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടച്ചു പൂട്ടിയില്ല, ഇതെല്ലാം കൊടുത്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ളത് ആണ് പറഞ്ഞത്. പത്രപ്രവർത്തകർക്ക് ഉൾപ്പെടെ ആ മേഖലയിൽ ഉൾപ്പെടെ കൊടുക്കാനുള്ള പരസ്യത്തിൻ്റെ തുക കഴിഞ്ഞും എക്സ്ട്രായും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പത്രക്കാരായ നിങ്ങൾ ഇരിക്കുന്നുണ്ട്, പത്രത്തിൻ്റെ മേഖലയിൽ പോലും ഒരു പ്രതിസന്ധിയുണ്ട്. ഈ വർഷം പ്രതിസന്ധി ഉണ്ടായിരുന്നു. പ്രധാന പത്രങ്ങൾ ഉൾപ്പെടെ സാധാരണഗതിയിൽ ഇത്രയും പ്രതിസന്ധിയില്ല. പല സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ കാരണമാണ്. അതിന് കൊടുക്കേണ്ട തുക കഴിഞ്ഞിട്ട് 50% എക്സ്ട്രായും കൂടി ഞങ്ങൾ അധികമായിട്ട് കൊടുത്തു. ഇനിയും അത്തരം, കാരണം പത്രങ്ങൾ നിലനിൽക്കേണ്ട വലിയ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തു തന്നെയാണ് പോയിട്ടുള്ളത്. ഈ കമ്പനികൾ ചെയ്യുന്നത് അന്നും ഞങ്ങൾ ഈ അപകടം പറഞ്ഞാണ്. ടാക്സ് കുറച്ചാൽ അത് ബെനിഫിഷ്യറി ഒരിക്കലും കസ്റ്റമർ ആകത്തില്ല. അത് പതുക്കെ സാധനങ്ങളുടെ വില കൂട്ടും. ഇപ്പോൾ 20% 10% ആക്കുമ്പം 100 രൂപയുടെ സാധനത്തിന് 90 രൂപയ്ക്ക് കിട്ടണം. പക്ഷേ അത് 100 രൂപയുടെ സാധനം 90 രൂപയ്ക്ക് കിട്ടുന്നില്ല. ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. ഇത് ഇപ്പോഴും ആ പ്രശ്നം നിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയൊരു പ്രചരണ വിഷയമായിരുന്നു UDF, SDPI വെൽഫെയർ പാർട്ടികളുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഇതിന്റെ പേരിലാണ് അധികാരത്തിൽ വന്നതെന്ന് പോലും എഴുതുന്നത്. അല്ല, ഈ നിയമത്തുൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നുണ്ട് അവരുടെ വോട്ടായാലും ഞാൻ സ്വീകരിക്കുന്നത്. അല്ല, ഞാൻ ഒന്നാമത്തെ ആ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം വിശദമായി പറയാവുന്നത് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിലാണ്. കാര്യം ഞാനിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ കാര്യം അറിയാം. പക്ഷേ നേരത്തെ ഇവരിത് വർഗീയത നല്ലതുപോലെ ഉപയോഗിച്ച് അമിതമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതും വ്യക്തികളുടെ വോട്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. അമിതമായി വർഗീയത പറഞ്ഞ് ആ സമയത്ത് ചെയ്ത കാര്യങ്ങളെ പറ്റിയാണ് അന്ന് പറഞ്ഞിരുന്നത്. ആ കാര്യം UDF എന്നെടുത്ത നിലപാടാണ്. UDFിൻ്റെ ആ നിലപാടിനെ പറ്റിയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അതിൻ്റെ വിവാദങ്ങളെ പറ്റിയൊന്നും പറയാൻ അത്രയും കാര്യങ്ങൾ നോക്കുന്നില്ല. സത്യത്തിൽ ഇത് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ വന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തേണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. മറ്റു കാര്യങ്ങളെ പറ്റിയുള്ള രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി എല്ലാ കാര്യങ്ങളും പറയാൻ ഞാനിപ്പോൾ ഈ സമയം എടുക്കുന്നില്ല. കാര്യം നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പോൾ തന്നെ ഇത് കഴിഞ്ഞാൽ പോയിട്ട് നേരെ സ്വീകരണത്തിൻ്റെ വണ്ടി കയറേണ്ടതാണ്. അവിടെ നിന്നാണ് ഈ ഒരു വിഷയമായതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ സംസാരം ആർക്കുണ്ടായിരുന്നു എനിക്കറിഞ്ഞൂടാ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ അന്ന് ഒരു മന്ത്രിയാവും ധനകാര്യമന്ത്രിയാവും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സത്യത്തിൽ 5 വർഷം കഴിഞ്ഞ് ഇപ്പം നല്ല സംതൃപ്തി ഉണ്ട്. പക്ഷേ വളരെ വലിയ മാനസികമായ ടെൻഷനിൽ കൂടെ കടന്നുപോയ ആളുകളായി ധനകാര്യ വകുപ്പിൻ്റെ. ഓരോ വർഷവും പുതുതായി പൈസ വെട്ടിക്കുറയ്ക്കുക കേന്ദ്രം. ഇപ്പം കിഫ്ബിയുടെ പേരിൽ ഒരു വർഷം ഏകദേശം 10,000 കോടിയാണ് ഇപ്പം നമ്മുടെ റെഗുലർ എക്സ്പെൻഡിച്ചറിൽ നിന്ന് പോകുന്നത്. എന്നാൽ പഴയ എടുത്ത കടം അതിൻ്റെ മൊത്തം പിടിക്കും. ഇങ്ങനെ പല, ഈ വർഷം 6,000 കോടി രൂപയാണ് അവസാനത്തെ 3 മാസം നമ്മൾ വെട്ടിക്കുറച്ചത്. അപ്പോൾ ഇങ്ങനെയെല്ലാം വെട്ടിക്കുറച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അത് എത്തിക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേരളം ഫിനാൻഷ്യലി കുറച്ചുകൂടെ സ്ട്രെങ്തൻഡായി. 2 കാര്യങ്ങൾ ഞാൻ പറയാം. വിഴിഞ്ഞം തുറമുഖം 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖം കേരളത്തിൽ നിർമ്മിച്ചതിൻ്റെ 70%ഉം 75%ഉം സംസ്ഥാനം തന്നെത്താണ് നിലവാക്കിയത്. കൺസ്ട്രക്ഷൻ കമ്പനി അദാനി കുറച്ച് പാർട്ടേ ഉള്ളൂ അവരത് ചെയ്താൽ മതി. അതിന് മുഴുവൻ പണം കണ്ടെത്തി കൊടുത്തത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ധനകാര്യ വകുപ്പാണ് അതിനെ ലീഡ് ചെയ്തത്. അപ്പോൾ ആ വിഴിഞ്ഞം പോർട്ട് അത്രയും വലുതല്ലേലും ചൂരൽമല ദുരന്തത്തിൻ്റെ കാര്യത്തിൽ 1 രൂപ കിട്ടിയില്ലല്ലോ. ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞു 750 കോടി മാറ്റി വെച്ചു. ആ ചൂരൽമലയിൽ നമ്മൾ ആ വലിയ ദുരന്തമുണ്ടായ സ്ഥലത്ത് അതിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പണം മാറ്റി വെക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ചെയ്യും. അത് ചെയ്തു. ആ ചൂരൽമല ദുരന്തം ഇതെല്ലാം ധനകാര്യ വകുപ്പ് കൃത്യമായി ആ കാര്യങ്ങളിൽ സാധാരണ റുട്ടീനായുള്ള എക്സ്പെൻഡിച്ചറിന് അപ്പുറം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതുപോലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഓരോന്നും പൂർത്തിയായി വരുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തിയുണ്ട്. വലിയ സംതൃപ്തിയാണ്. നിങ്ങൾക്കറിയാലോ, ഈ സാധാരണഗതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നതാണല്ലോ. അങ്ങനെ കേൾക്കുന്നില്ല, നിങ്ങൾ നോക്കുന്നതാണല്ലോ. അങ്ങനെ പൊതുവിലല്ലോ. അത് സാമ്പത്തിക വിദഗ്ധരാണോ അല്ലയോ എന്നുള്ളതൊന്നും ആരും അങ്ങനെ പറഞ്ഞു നിൽക്കുന്നില്ല. പക്ഷേ സാമ്പത്തിക സ്ഥിതി എല്ലാവരും, ഞാൻ ചോദിക്കട്ടെ, ഈ ജനങ്ങളുടെ ഇടയിലെ സാമ്പത്തിക കാര്യം അറിയുന്നവർ തന്നെയാണ് മന്ത്രിമാരാടുന്നത്. ഇപ്പോൾ C. അച്യുതമേനോൻ, ഒന്നാമത്തെ ധനകാര്യമന്ത്രി, അദ്ദേഹം ഈ പ്രൊഫഷൻ അദ്ദേഹം വക്കീലാണ്, രാഷ്ട്രീയത്തിൻ്റെ അനുഭവമാണ്.
ഇത് ഏതൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നവരായിരിക്കും പൊതുരാഷ്ട്രീയക്കാർ ആരായാലും എൻ്റെ അഭിപ്രായം. നല്ലപോലെ ഉത്തരവാദിത്വം വന്ന ഏറ്റവും ഒരു തോമസ് ഐസക്ക് മാത്രമാണ് അദ്ദേഹം എക്കണോമിസ്റ്റ് എന്ന നിലയിലുള്ളതാണ്. അതിന് മുമ്പ് ശ്രീ കെ എം മാണി, ഉമ്മൻചാണ്ടി സാറ് കുറച്ചു കാലം ഇതിൻ്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. പത്മരാജൻ വക്കീൽ ധനകാര്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. പി കെ കുഞ്ഞ്. അപ്പോൾ അങ്ങനെ ചുമതലയായാലും ഞാൻ പറഞ്ഞ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ശമ്പള പരിഷ്കരണം വന്നു. കേന്ദ്രം വലിയ തോതിൽ നമ്മളെ വല്ലാതെ ഞെരുക്കുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നുള്ള ആശങ്ക എനിക്കുണ്ടായിരുന്നു, പത്രങ്ങൾക്കുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്ക ജനങ്ങളെല്ലാം ഒരുമിച്ച് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ധനകാര്യ വകുപ്പിലെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ നല്ല ടീമായി വർക്ക് ചെയ്ത് ടാക്സസ് വകുപ്പിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചെയ്ത് കൃത്യമായി വരുമാനം വരുന്നതിനനുസരിച്ച് ചെലവ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്തു പോയതുകൊണ്ടാണ് എല്ലാം ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും അദ്ദേഹം പറഞ്ഞ 1 ലക്ഷത്തി ഇപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ എക്സ്പെൻഡിച്ചർ 1,95,000 കോടിയെങ്കിലും എത്തും. അത് ഈ അവസാനം അവരുടെ ഈ കേന്ദ്രത്തിൻ്റെ മൊത്തം വെട്ടിക്കുറവ് വന്നില്ലെങ്കിൽ 2 ലക്ഷത്തിന് മേളിൽ പോയനെ. അത് എത്തിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ഓരോ വർഷവും അല്പാൽപ്പം മെച്ചപ്പെട്ട് വന്നു. കേന്ദ്രത്തിൻ്റെ ഓരോ വർഷത്തെ കട്ടിങ് വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു 2.5 ലക്ഷം കോടിയിലേക്ക് എക്സ്പെൻഡിച്ചർ എത്തിക്കാൻ പറ്റിയത്. അത്രയും കാര്യങ്ങൾ വന്നിട്ടും ധനകാര്യമന്ത്രി എന്നുള്ള രീതിയിൽ അവസാനിപ്പിക്കുന്നത് ഏറ്റവും നല്ല ധനകാര്യമന്ത്രി ആരായിരുന്നു? മൊത്തത്തിൽ ഫയലുകളൊക്കെ നോക്കിയപ്പോൾ അത് മന്ത്രിമാരുടെ കാര്യം ധനകാര്യമന്ത്രിയോട് തന്നെ ചോദിക്കാൻ കൊള്ളാം. ഇപ്പം ഞാൻ ഒരു സാധാരണ ഈ മേഖലയിലെ എക്സ്പീരിയൻസ് ആയി വരുന്ന ഒരാളാണ്. എനിക്കപ്പം എല്ലാവരെ പറ്റിയും വിലയിരുത്താനെന്ന് പറഞ്ഞുകൂടാ. ധനകാര്യമന്ത്രി എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ പരമാവധി കാര്യമായിട്ട് നടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കടുപ്പമേറിയൊരു കാലഘട്ടത്തിലായിരുന്നു. ഇത്രയും കടുപ്പമുള്ളൊരു കാലഘട്ടത്തിൽ ധനകാര്യമന്ത്രിയായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പരീക്ഷണമായിരുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ മൊത്തം സർക്കാർ സംവിധാനങ്ങൾ വേണ്ട എന്നും സർക്കാർ സിസ്റ്റം വേണ്ട എന്നും ഒരു സമീപനം വരുന്നു. വലിയ തോതിൽ ആർബിട്രറി ആയിട്ട് ഏകപക്ഷീയമായിട്ട് സംസ്ഥാനം കൊടുക്കുന്ന പണം വെട്ടിക്കുറയ്ക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫിനാൻസ് കമ്മീഷൻ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് വേണ്ടാന്ന് തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുന്ന സമയത്താണ് നമ്മളിത് കൈകാര്യം ചെയ്ത് പോയത്. ആ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നമ്മൾ നിന്നത്. വളരെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. മാർക്ക് അതൊക്കെ പിന്നീടാണ്. ഇതിപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ അല്ല, ഈ മാർച്ച് 31 കാര്യമല്ലേ പറഞ്ഞു. കേരളത്തിൻ്റെ പൊതുകടം 3 വർദ്ധിച്ചിട്ടില്ല. ഈ കേരളത്തിലെ ഒരു 25-30 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ, അല്ലെങ്കിൽ അതിനു മുമ്പോട്ട് നോക്കിയാൽ, ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ കടത്തിൻ്റെ പരിധി ഒരു 90%, 100% വർദ്ധിക്കാറുണ്ട്. ഞാൻ VSൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമയം തൊട്ട് ഇങ്ങോട്ട് കണക്ക് നോക്കി. VSൻ്റെ ഗവൺമെൻറ് 2006-2011 അന്ന് 86,000 കോടിയോ മറ്റോ ആയിരുന്നു. 85-അടുത്തായിരുന്നു. 85,000 കോടിയായിരുന്നു ആകെ കടം. അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ 1,56,000 കോടിയായി. 5 വർഷം കഴിഞ്ഞപ്പോൾ എത്ര പെർസെൻറ്റാണ് നിങ്ങൾ കൂട്ടിക്കോളും? അത് 2,96,000 കോടിയായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനം. ചിലപ്പോൾ ഇതിനകത്ത് 5,000-3,000 വ്യത്യാസം കാണുമോ, ഓർമ്മയെന്ന് പറയുക. ആ തുക സാധാരണ 2,96,000 ആയത് സാധാരണഗതിയിൽ 6 ലക്ഷം കോടിയോ 5,90,000 കോടിയോ ആവണ്ടേ. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്ര ആയെന്നറിയോ? 4,80,000 താഴെയാണ്. അപ്പോൾ 1,20,000 കോടി സാധാരണഗതിയിൽ നേരത്തെ കിട്ടേണ്ട ബോറോയിങ്ങിൻ്റെ സ്പേസ് കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ സ്പേസും കുറഞ്ഞു. അതോടൊപ്പം തന്നെ GST മറ്റു കാര്യങ്ങൾ ഗ്രാൻഡ് എല്ലാം കൂടെ കുറഞ്ഞു. ഇത്രയും കുറഞ്ഞിട്ടും നമ്മൾ ആ 50,000 കോടിയിലധികം പ്രതിവർഷം ഉണ്ടായ കുറവിനെ കവർ ചെയ്തത് നമ്മുടെ ആഭ്യന്തര വരുമാനം വർദ്ധിച്ചു. അപ്പോൾ കടം വർദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണ 90%, 100% ഓരോ 5 വർഷം കഴിയുന്ന വർദ്ധിക്കുന്ന സ്ഥലത്തിന് പകരം 60% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ശരാശരിയിൽ അത് കൂടുതലല്ല. ശരാശരി പല സ്റ്റേറ്റുകളെക്കാളും ബെറ്ററാണ്. നമ്മളെക്കാളും പുറകിൽ 19 സ്റ്റേറ്റുകളുണ്ട് പൊതുവിൽ ഈ കടത്തിൻ്റെ കണക്കുകൾ നോക്കിയാൽ. റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നേരത്തെയുള്ള ആകെയുള്ള നമ്മുടെ കടം 39% വരെ പോയിരുന്നു. നമ്മുടെ ആകെ GSDPയുടെ 39% ആയിരുന്നു കടം. അതിപ്പോൾ കുറഞ്ഞ് 34% കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ
അല്ല, ഇപ്പോഴത്തെ സ്ഥിതിയിൽ കിഫ്ബിയുടെ കടം കൂടി സ്റ്റേറ്റിൻ്റെ കടത്തിനകത്ത് വരുന്നത്. ഞാൻ ധനകാര്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം വരെ 2022 വരെ ഐസക്ക് ആ മന്ത്രിയായിരുന്ന ആ സമയത്ത് കിഫ്ബി എടുത്ത ലോണൊന്നും സംസ്ഥാനത്തിൻ്റെ കടപരിധി വരുമായിരുന്നില്ല. അതിനുശേഷമാണ് ഇവർ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നൊരു തത്വമൊക്കെ കൊണ്ടുവന്ന് കിഫ്ബി എടുത്ത പണം നമ്മുടെ കടമായിട്ട് വന്നു. അങ്ങനെയാണ് ഈ വർഷവും നമുക്ക് 6000 കോടി കുറഞ്ഞത്. തൊട്ട് മുമ്പത്തെ വർഷം പ്രതിവർഷം 4130 4730 കോടി രൂപ കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്തതിൻ്റെ പേര് നമുക്ക് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് കിഫ്ബിയുടെ കടവും കൂടി നമ്മുടെ കടത്തിൽ തന്നെ വരുന്നത്, അല്ലാതെ ഓവർ ആൻഡ് എബവ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയത്. മറ്റു കാര്യങ്ങൾ പിന്നല്ലോ. ഇപ്പോൾ കിഫ്ബിയുടെ കടം നമ്മുടെ കടം തന്നെയാണ്. കിഫ്ബി പ്രത്യേകം ഇതിന് പുറത്തല്ല. ഏറെക്കുറെ അല്ല, മൊത്തം കൊടുത്തു, എല്ലാം കൊടുത്തു. ഇപ്പം ഈ വിഷുവിൻ്റെ അഡ്വാൻസ് കൂടെ കൊടുത്തു. അതെല്ലാ രഹസ്യങ്ങളും പറയത്തില്ലല്ലോ. അല്ല, അതിനകത്ത് വേറെ ഒന്നുമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്ത് പോകുന്നതല്ലാതെ വേറെ രഹസ്യമൊന്നുമില്ല. കണക്കിനകത്ത് രഹസ്യമൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം കൃത്യമായിട്ട് ചെയ്തു പോന്നു, നമുക്ക് നടക്കുന്നുണ്ട്.